ഹലോ ഗേസ്, വിജയ ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സമയം രാവിലെ 6 മണി കഴിഞ്ഞു. ഞാൻ ഇന്നലെ കിടന്നത് ഒരു കടയുടെ തിണ്ണയിലാണ്. കണ്ടില്ലേ, ഈ കടയുടെ ഈ വരാന്തയിലാണ് ഇന്നലെ കിടന്നത്. ഈ മൂലയ്ക്ക് നിലത്ത് അവിടെ കിടന്നു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഈ കടയുടെ മൂലയ്ക്ക് ഇവിടെയാണ് ഞാൻ കിടന്നത്. ടെൻ്റൊന്നും അടിച്ചില്ല. അത് NH-ൻ്റെ സൈഡിൽ തന്നെയാണ്. ഇപ്പോൾ വണ്ടികളൊന്നും അധികം പോണില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ ഉറങ്ങി. പക്ഷേ ഇടയ്ക്കൊക്കെ കണ്ണു തുറക്കും, എന്നാലും കുഴപ്പമില്ലാതെയൊക്കെ കുറച്ചൊക്കെ ഉറങ്ങി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങാം. സമയം 6:15 ആവുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മൂവ് ആവാം. എന്നിട്ട് നമുക്ക് ബാക്കി പല്ല് തേപ്പോ ചായ കുടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം. മഴ ഒരു രക്ഷയില്ല കേട്ടോ. മഹാരാഷ്ട്രയിൽ ഇപ്പം ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, മഹാരാഷ്ട്രയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്, മഴയുടെ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര മുന്നോട്ട് പോവാം. മഹാരാഷ്ട്ര ഒന്ന് കഴിഞ്ഞ് കിട്ടണം, എന്നാലും ഈ മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒരു കുറവുണ്ടാവുള്ളൂ. ഓക്കെ, മുന്നോട്ട് പോവാം. അങ്ങനെ പൊരിഞ്ഞ മഴയൊക്കെ ആയി മുന്നോട്ട് കുറേ വന്നു. അവിടെ ഞാൻ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചു, ഒരു വടാപ്പാവ് കഴിച്ചു. വടാപ്പാവ് സൂപ്പറാണ് കേട്ടോ. അത് കഴിച്ചാൽ വയറ് നിറഞ്ഞ പോലെ ഇരിക്കും. ഇപ്പോൾ അത് റോഡ് സൈഡിൽ ഈ മലയുടെ മേലിൽ നിന്നൊക്കെ വെള്ളം കുത്തി ഒലിച്ച് വരികയാണ്. കണ്ട വലിയ മലയുടെ മേൽ അപ്പുറത്തും ഉണ്ട്. നല്ല മഴയല്ലേ. ഓക്കെ, മുന്നോട്ട് പോകാം. റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ നോക്ക്. അവിടെയൊക്കെ വെള്ളമാണ്, ഒക്കെ പാടപ്രദേശം, ഒക്കെ വെള്ളം. എന്താ അവസ്ഥ. ചില സ്ഥലത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ട്. അത് മാപ്പിൽ നോക്കി നോക്കണം ഏതൊക്കെ ഭാഗത്താണ് പ്രശ്നം. പിന്നെ ഗുജറാത്തിലേക്ക് കടക്കണ വഴിക്കാണോ അതോ അതിർത്തി ആ ഒരു ഏരിയയിലാണോ. മുംബൈയിൽ പൻവേലിക്ക് ഒരു 230 സംതിങ് കിലോമീറ്ററാണുള്ളത് പൻവേൽ. നമുക്ക് പൻവേൽ വഴിയാണ് പോണത്. പൻവേലിൽ നിന്ന് കഴിയണം. ഇന്ന് ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തതല്ലേ. ഇന്നൊരു 6:15 കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ മഴയൊക്കെയാണ് ഈ സ്ലോ ആക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്ര ഒന്ന് കഴിഞ്ഞ് കിട്ടണം. ഗുജറാത്തിലും കുറച്ചൊക്കെ മഴ ഉണ്ടാവും, എന്നാലും അത്ര ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഗുജറാത്ത് കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട്. പിന്നുള്ളൊരു നല്ല തെളിഞ്ഞ കാലാവസ്ഥ പ്രതീക്ഷിക്കുന്നത് രാജസ്ഥാനും പഞ്ചാബുമാണ്. ഓക്കെ, ചെറുതായിട്ട് ചായ കുടിച്ച് വടാപ്പാവ് കഴിക്കുകയാണ് നല്ലത്. ഞാനത് മുമ്പ് ഒരു വട്ടമായിട്ട് കഴിച്ചുള്ളൂ, പക്ഷേ പേര് കറക്റ്റ് കണക്റ്റ് ആയില്ല. ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെയാണ്, കാരണം അതിനധികം വിലയൊന്നുമില്ല. 20 രൂപയായിട്ടുള്ളൂ. ഒരു പെന്നും അതിനുള്ളിൽ മസാലയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബോണ്ട, ഒരു ഉണ്ട പോലെ. അത് അത്യാവശ്യം സ്പൈസി ഒക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ വയറ് കുറച്ച് 2 കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല വയറ് നിറഞ്ഞ പോലെ തോന്നും. ഞാൻ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ സൈഡാക്കി. ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് ഇന്നലെ രാത്രിയാണെങ്കിൽ ഈ ഷൂ ഇട്ടിട്ടല്ലേ കിടന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ നനഞ്ഞിട്ട് കാലൊക്കെ വെള്ള കളറായി. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞു, പക്ഷെ എന്നാലും കാല് വെള്ള കളറായി. ഇവിടെ സൈഡാക്കിയതാണ്. മഴ തന്നെയാണ് നമ്മുടെ ശത്രു. കേരള ടു ലഡാക്കിൻ്റെ 6ാമത്തെ ദിവസം രാവിലെ 6:15 പുറപ്പെട്ട യാത്ര. ഇന്നെന്തായാലും പൻവേൽ കഴിയണം. ഇനി 230 കിലോമീറ്ററോളം ഉണ്ടാവും. ഈ മഴ കാരണം ഇടയ്ക്കിടയ്ക്ക് നിർത്തും. അങ്ങനെയൊക്കെയാണ് പ്രശ്നം. മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ബാങ്ക് ഇതിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാട്ടർ ബാഗില്ലേ, അതിൽ ഒരു അറുണ്ട്. അതിൽ കുറച്ച് സാധനങ്ങൾ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൽ ചാർജ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇനി ക്യാമറയുടെ ബാറ്ററി പിന്നെ എക്സ്ട്രാ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഏതോ ഒരു സ്ഥലം വെള്ളപ്പൊക്കമാണ്. പല സ്ഥലത്തും വെള്ളപ്പൊക്കമാണ്. ഗുജറാത്തിൽ 4-5 സ്ഥലത്ത് വെള്ളപ്പൊക്കമുണ്ട്. ഈ പോണ റൂട്ടിനും ചില സ്ഥലത്തൊക്കെ റോട്ടിൽ വെള്ളമുണ്ട്. ഞാനൊന്ന് സൈഡാക്കിയതാ. മഴ പിന്നെ ഒരു രക്ഷയില്ല. കണ്ടില്ലേ ഇരുണ്ട് ഇതന്നെ. ഓക്കെ, മുന്നോട്ട് പോയി നോക്കാം.
ഇവിടെ കുറേ ദൂരമായിട്ട് വണ്ടികളൊക്കെ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. എന്താ സംഭവം? വെള്ളപ്പൊക്കമാണെന്ന് തോന്നുന്നുണ്ടാവോ. വണ്ടികളൊന്നും പോകാൻ പറ്റില്ലാണാവോ. ഞാൻ പിന്നെ ബൈക്കായ കാരണം എനിക്കങ്ങനെ മുന്നിലേക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്ത് വരാം. ഒന്ന് നോക്കി നോക്കട്ടെ എന്ത് സംഭവമാണോ. ഇത്രയും വലിയ വണ്ടികൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ ബൈക്കിന് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ പണ്ടാരണ്ട് പറഞ്ഞ പോലെ അല്ലത്. എന്താണ് കൊറേ ഉണ്ടല്ലോ ഇത്. ഇവിടെ സീനാണ്. ഇവിടെ ആ മലയൊക്കെ കൂടി ഇടിഞ്ഞ് റോട്ടിലേക്ക് ആ മേലിന്ന് മല ഉരുൾപൊട്ടൽ വന്നതാണ്. മണ്ണൊക്കെ ഇടിഞ്ഞത് ഹിറ്റാച്ചി കോരുണ്ട്. ഒരു ഹിറ്റാച്ചി ഇത് അവിടെ നിന്ന് കോരുണ്ട്. പോലീസും മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ടുണ്ട്. എത്ര ക്യൂ ആണ് അവിടെ. മണ്ണൊക്കെ വലിയ ലോറിയിലൊക്കെ കോരി കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന്. ആകെ ചാളി പിളി. ഇവിടെ ആകെ സീനാണല്ലോ. വേറെ റൂട്ടും മെയിനായിട്ടില്ല തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാ വണ്ടികളും ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നത്. ഗോവ മുംബൈ റൂട്ടല്ലേ. വേറെ JCB അവിടെ നിന്നും കൂരുണ്ടല്ലോ. അപ്പോൾ ആ റൂട്ടും ഇതായി അവിടുത്തെ വീടിൻ്റെ മേലേക്കൊക്കെ വീണിക്കണ അളിയാ പാവങ്ങൾ. എന്തായാലും നമ്മൾ പെട്ട് അല്ലെങ്കിൽ 2 ദിവസം കൂടി ഉത്തരേന്ത്യയിൽ ഭയങ്കര മഴയും സംഭവമാണ്. ഇതിപ്പോൾ ആകെ മണ്ണിടിഞ്ഞ് റോഡ് മൊത്തം ബ്ലോക്കായി. ഇതിനി മാറണമെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിയും. 2 മണിക്കൂർ നോക്കി നോക്കാം. വേറെ റൂട്ടിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് റൂട്ട്. കണ്ട വെള്ളം കുത്തി ഒഴിച്ച് പോണ കണ്ട. ഇതാ ഉരുൾപൊട്ടൽ നടന്നെങ്കിൽ ആ സൈഡിലുള്ള ഇതാണ്. ഇവിടെ ന്യൂസിന്റെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത്. ആ നീല ജുബട്ട ആളില്ല, അയാൾ ഇവിടുത്തെ മെയിനാ തോന്നണട്ടാ. ഇവിടുത്തെ എന്തോ MLA അങ്ങനെ എന്തൊക്കെയോ വലിയൊരു പ്രമാണിയാണ് ആള് ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ വന്നത് ലൈവായിട്ട് ന്യൂസൊക്കെ വിടുന്നുണ്ട്. ന്യൂസ് ചാനലുകാർക്ക് പിന്നെ ഒരു വിഷയമായി. ഇന്നിപ്പോൾ ഇവർ ഇവിടെ തന്നെ ആവും मिकवार. तर हे काम या मागे सुरू आहे. बऱ्याच वेळा या मुंबई गोवा राष्ट्रीय महामार्गाबरोबर बोललं गेलं की 100% कोकणवासियांना आता सुविधा मिळतील, परंतु वारंवार या कोकणवासियांना असेल की काल रात्री 2:30 वाजल्यापासून 2 वाजल्यापासून आता जवळजवळ 12:30 वाजले दुपारी. महाराष्ट्रातील ഏതാ ഭാഷ? മറാത്തിയോ അങ്ങനെ എന്തോ അല്ലേ? सुदैवाने कुठलीही जीवितहानी झाली नाही, परंतु ज्या आपत्तीमधल्या उपाययोजना करायला पाहिजे त्या कुठल्याही उपाययोजना या ठिकाणी केल्या नाहीत. मशिनरीची कमतरता आहे, माणसांची कमतरता आहे. आणि इथे ഞാനിപ്പോൾ ഇവിടെ ഇവരുടെ വാർത്താ സമ്മേളനം കണ്ട് JCB ഹിറ്റാച്ചി മാന്ത്രതും കണ്ട് ഇങ്ങനെ നിൽക്കേണ്ടിയിരുന്നത് തോന്നുന്നത്. അത് 12 മണിയായി. ഓക്കെ, ഏകദേശം അതിൻ്റെ അറ്റം കണ്ടു. ഞാൻ അവിടെ ഉള്ള മണ്ണ് മാറ്റണം, റോട്ടിലുള്ള മണ്ണ്. സമയം 12 മണിയായി. സമയം ഇതാ 1 മണി കഴിയുന്നു. ഇപ്പോൾ വേറൊരു മെഷീനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അതുമായിട്ട് അവിടുത്തെ നൈസായിട്ട് ചുരണ്ടി കളഞ്ഞ ചാലികിടുന്നുണ്ട് ഒക്കെ കൂടി. റൂട്ട് ക്ലിയറായി, എലോഡ് തന്നിട്ടുണ്ട് വണ്ടി മൂവ് ആവാൻ വേണ്ടിയിട്ട്. ബൈക്കായ കാരണം നന്നായി ഇവിടെ വന്ന് നിന്ന് അങ്ങനെ ഫസ്റ്റ് തന്നെ മൂവ് ആവാം. ബാക്കിയിൽ ബാക്കിൽ എത്ര വണ്ടി ഉണ്ട് വെച്ചിട്ടാ 1 കിലോമീറ്റർ കൂടുതൽ എന്തായാലും ക്യൂ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഞാൻ വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു വരിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ 2 മണിയാവണ നേരത്ത് 2 മണി കഴിഞ്ഞല്ലോ. ഈ നേരത്ത് ഇപ്പോൾ എത്ര ഉണ്ടാവും? സ്ലിപ്പാവാൻ നോക്കണം. അടിപൊളി നല്ല വൈബ്. അയ്യോ കഷ്ടം തന്നെ. ഇതിപ്പോൾ ഈ വരിയിലല്ലേ, അപ്പുറത്തെ വരിയിൽ ഇതേപോലെ ഇനി മൂവ് ആണ്ട്. അത് ഈ ഒറ്റ റൂട്ട് മാത്രമേ ക്ലിയർ ചെയ്തുള്ളൂ. അപ്പുറത്തെ റൂട്ട് ക്ലിയർ ചെയ്തില്ലേ, കണ്ടില്ലേ മണ്ണവിടെ കൂടിയിരിക്കണം കണ്ടില്ലേ. ആ റൂട്ട് ക്ലിയർ ആക്കിയിട്ടില്ല, ഒറ്റ റൂട്ടേ ക്ലിയർ ആക്കിയിട്ടുള്ളൂ. 2 ലൈൻ വണ്ടികളും ഈ ഒരു റൂട്ടിൽ കൂടെ തന്നെ പോകണം. മറ്റേത് എപ്പോഴത്തേക്ക് ആവുകയാണോ അത് ഇന്നൊന്നും നോക്കണ്ട. നോക്കി ഈ കൂടി നിൽക്കണ മണ്ണൊക്കെ മാറ്റണ്ടേ. എന്തോ സ്ലിപ്പാവാൻ നോക്കണം. അത് അവിടുന്ന് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്.
അതിനൊരു ലോഡുണ്ട് പോരാൻ. ഇതുണ്ടോ ഇവിടെ ഈ അറ്റത്ത് നോക്കി, ഒരു ലോഡ് ആൾക്കാർ ഈ ഒരു ഭാഗത്തും കൂടിയിട്ടുണ്ട്. എത്ര വണ്ടികൾ ഇവിടെ ഉണ്ടാവും അല്ലേ? എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഓരോരുത്തർ ഓരോ വഴിക്ക് പോകാൻ ഇറങ്ങിയതാവും. അവരുടെയൊക്കെ എത്രയോ മണിക്കൂറുകൾ ഇവിടെ പോയി. പ്രകൃതിക്ഷോഭം അല്ലേ? ആദ്യം കുറച്ച് വണ്ടികൾ അവിടുന്ന് വിട്ടതിന് ശേഷം ഇവിടുന്ന് കുറച്ച് മൂവ് ആക്കാനാവും. എത്ര മണിക്കൂറാണ് പോയത്. അയ്യോ, ഇതിനിടയ്ക്കിടയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. നല്ല മഴയുണ്ടായിരുന്നു. എന്തൊക്കെയാ ഇപ്പം ഉണ്ടായത്? 9 മണിക്ക് ഇവിടെ ആ ഒരു ഉരുൾപൊട്ടൽ നടത്തുന്ന സ്ഥലത്ത് എത്തിയതാ. പിന്നെ എത്ര മണിക്കാണ് കഴിയണത്? ടൗലവിടെ പോയി ഫ്രീ ആകുമ്പോൾ എത്ര മണിയായി? 2 മണി കഴിഞ്ഞ്. 2 മണി. എന്താ കഥ? വാട്ട് എ സ്റ്റോറി. ഇപ്പം അടുത്ത മഴ ഇങ്ങനെ സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. മഴയ്ക്ക് ഒരു മഹാരാഷ്ട്ര ഒന്ന് കഴിഞ്ഞ് കിട്ടണം. മഹാരാഷ്ട്രയും കുറച്ച് ഗുജറാത്തും. പെയ്ത് 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 പെയ്ത്. ഒരു ടണലുണ്ട്, ടണൽ. ആ ഗോവയിൽ നിന്ന് അല്ല, കർണാടകയിൽ നിന്ന് ഗോവയിൽ കിടക്കും കൊണ്ടൊരു ടണൽ. അത് അടിപൊളിയായിരുന്നു. ഇത് വേറെ ടണൽ, കർണാടകയിലെ അല്ല മഹാരാഷ്ട്രയിലെ ടണൽ. ഇത് കുറച്ച് നീളമുണ്ടല്ലോ. ഇത് കുറേ ഉണ്ടല്ലോ. എന്തായാലും ഇതൊക്കെ തുറന്ന് ഉണ്ടാക്കണ്ടല്ലേ? റെഡ് ലൈറ്റ് ഇടണോ? ഇതൊക്കെ തുറന്ന് ഉണ്ടാക്കേണ്ടതൊക്കെ അതന്നെ എൻ്റെ ഒരു കുറേ ദൂരമുണ്ട്. കുറേ ദൂരമുണ്ട്, കുറേ ദൂരമുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ഔട്ട്ഫാൻ പോലെ മേലെ ഫാന്. അതിത് നീളം കൂടുതലുണ്ടാവും. ഇത് കുറേ ഉണ്ടല്ലോ. അടിപൊളി. ഇന്നത്തെ ദിവസം രാവിലെ 6:15 സ്റ്റാർട്ട് ചെയ്തിട്ട് 9 മണി വരെ കുഴപ്പമില്ലാതെ പോയി. അവിടെ എത്തിയപ്പോൾ ആ ഉരുൾപൊട്ടലിൽ അവിടെ ഇടിഞ്ഞിരിക്കണേ. പൊന്നരളിയ ഒന്നും പറയണ്ട. പൊരിഞ്ഞ മഴ. മഹാരാഷ്ട്രയിൽ ഭയങ്കര മഴയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 5 മണി ആവാറായി. മഹഡ് എന്നൊരു സ്ഥലത്ത്, മഹാരാഷ്ട്രയിലെ മഹഡ് എന്നൊരു സ്ഥലത്ത് ലോഡ്ജിൽ റൂം എടുത്തു. 600 രൂപയുള്ളൂ റൂമിന്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം കിട്ടിയതാണ് അത്ഭുതം. നമ്മുടെ ഗോവയിലും മറ്റേ മഹാരാഷ്ട്രയിലും വേറൊരു സ്ഥലത്ത് ഞാൻ റൂം എടുത്തല്ലോ, അത് ഇതേപോലെ കിട്ടിയതെങ്കിൽ. ഇങ്ങനെയുള്ളത് കിട്ടും, പക്ഷേ അത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് കിട്ടില്ല. ഇതിപ്പോൾ എന്തൊരു പോയതിന് ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് ഇറങ്ങി. അത് കുറച്ച് രാജകീയമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് റൂമുണ്ടോ ചോദിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വന്ന്. അത് കുറച്ച് സ്റ്റാൻഡേർഡാണ്. ഇത് സിംഗിൾ റൂം, പക്ഷെ ഇവിടെ കറണ്ടില്ല. ഇവിടെ മഴയൊക്കെ ആയ കാരണമാണ്. കറണ്ട് വരും. അങ്ങനെ റൂം എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്. ഒന്നത് എങ്ങനെ വണ്ടി ഓടിച്ചാലും നമുക്ക് ഒരു മടുപ്പ് വരും. പിന്നെ എൻ്റെ കാലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഷൂ ഇട്ടിട്ട് സോക്സൊക്കെ ഉള്ളിലുണ്ടല്ലോ, അതൊക്കെ നനഞ്ഞിട്ട് കാലൊക്കെ വെളുത്ത്. 2 കാലും വെളുത്ത്. പിന്നെ ഇന്നലെ രാത്രി മൊത്തം ഷൂ ഇട്ടിട്ടല്ലേ കിടന്നിരുന്നത്. ആ കടത്തന്നെ കിടന്നപ്പോൾ അപ്പോഴൊക്കെ നനഞ്ഞിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അതൊക്കെ അഴിച്ചു വെക്കണം, അതൊക്കെ സെറ്റാക്കി വെക്കണം. പിന്നെ ഈ ജാക്കറ്റ് തന്നെ ഇട്ടിട്ട് ഇപ്പോൾ എന്നിട്ടതാ മിഞ്ഞാന്നിട്ടതാണ്. ഇന്നലെ അഴിച്ചിട്ടില്ല, ഇന്നിപ്പോൾ ഇതുവരെ അഴിച്ചിട്ടില്ല. ഇതാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇത് ഭംഗിക്ക് വേണ്ടി ഇടുന്നതല്ല, ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇടുന്നതല്ല. ഓക്കെ, അപ്പോൾ താഴത്ത് പോയിട്ട് ഒരു ലഗേജും കൂടി ഉണ്ട്, അതെടുത്ത് വരാം. അങ്ങനെ വലിയ ബാഗ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന്. ഓക്കെ, പുറത്ത് നോക്കി മഴ എന്ന് പറഞ്ഞാൽ മഴ തന്നെ മഴയോ മഴ. കണ്ടോ, ഇതന്നെ അവസ്ഥ. ഇന്ന് കുറച്ച് ഉരുൾപൊട്ടലും പോയി, അടാറ് മഴയായി. ഇന്നത്തെ ദിവസം
നല്ല ഏർലി മോർണിംഗ് യാത്ര ഉറപ്പിട്ടതാ. 5:45 എണീറ്റ് 6:15 നമുക്ക് യാത്ര ഉറപ്പിട്ടതാ. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയായി. ഇതേപോലുള്ള സെറ്റപ്പ് റൂമൊക്കെ കിട്ടിയാൽ മതി. ഇങ്ങനെയൊക്കെ 600 റുപ്യക്കൊക്കെ കിട്ടുകയാണെങ്കിൽ സ്വർഗ്ഗമാണ്. നമുക്കിതൊക്കെ മതി. ഇവരൊക്കെ എടുക്കാന്ന് വെച്ചാൽ ബാത്റൂം ഇത്ര ഉള്ളൂ. സിംഗിൾ ബെഡ് മതി. നമ്മൾ സിംഗിളല്ലേ. അപ്പം ഇങ്ങനത്തെ റൂം കിട്ടിയാൽ പിന്നെയും കുഴപ്പമില്ല. മറ്റേതെന്താണെന്ന് വെച്ചാൽ ഓരോ ഇതിലും 1500 ഒക്കെ അത്രയ്ക്കാണ് ഇതിൻ്റെ വാടക. ഇത് 600 രൂപയ്ക്ക് കിട്ടി. അതെന്തായാലും നന്നായി. ഓക്കെ, അതും നേരത്തെ. സാധാരണ ഞാൻ റൂം എടുക്കുമ്പോൾ 8, 9, 10 ആ റേഞ്ചല്ലേ. ഇന്നിതാ 5 മണിക്കാണ് റൂം എടുത്തിരിക്കുന്നത് വൈകുന്നേരം. ഇഷ്ടംപോലെ സമയം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മഴ ദിവസം ഉരുൾപൊട്ടൽ കേരള ടു ലഡാക്ക് വീഡിയോ ഇതൊക്കെ ആയിരുന്നു. അപ്പം നാളത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്, നാളത്തെ യാത്രയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.